ഒരിക്കൽ ലോകം സൃഷ്ടിക്കപ്പെട്ട കാലത്ത് ദൈവങ്ങൾ ഒരു വലിയ ചർച്ചയിലായിരുന്നു. മനുഷ്യന് നൽകാൻ പോകുന്ന ഏറ്റവും വലിയ നിധി, അതായത് യഥാർത്ഥ സന്തോഷം, എവിടെ ഒളിപ്പിച്ചു വെക്കണം എന്നതായിരുന്നു അവരുടെ തർക്കം. ഒരു ദൈവം പറഞ്ഞു, നമുക്കിത് ഭൂമിയുടെ ഏറ്റവും ആഴമുള്ള സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഒളിപ്പിച്ചുവെക്കാം. മനുഷ്യൻ അവിടെ ഒരിക്കലും എത്തില്ല. മറ്റൊരു ദൈവം പറഞ്ഞു, അരുത്, മനുഷ്യൻ ഭാവിയിൽ യന്ത്രങ്ങൾ നിർമ്മിച്ച് അവിടം വരെ എത്തിയേക്കാം. അതുകൊണ്ട് നമുക്കിത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതത്തിന് മുകളിൽ വയ്ക്കാം. മൂന്നാമൻ പറഞ്ഞു, അതും സുരക്ഷിതമല്ല, അവൻ വിമാനങ്ങൾ നിർമ്മിച്ച് പർവ്വതങ്ങൾ കീഴടക്കും. അവർ ഒരുപാട് ആലോചിച്ചു. എവിടെ ഒളിപ്പിച്ചുവെച്ചാലും മനുഷ്യൻ അവന്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച് അത് കണ്ടുപിടിക്കുമെന്ന് അവർ ഭയന്നു. ഒടുവിലേറ്റവും വിവേകിയായ ഒരു വൃദ്ധനായ ദൈവം ചിരിച്ചുകൊണ്ട് ഒരു നിർദ്ദേശം മുന്നോട്ടുവെച്ചു. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ സന്തോഷം മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ഒളിപ്പിച്ചുവെക്കാം. അവനിത് ലോകം മുഴുവൻ തേടി നടക്കും. കാടുകളും കടലുകളും പർവ്വതങ്ങളും അവൻ അരിച്ചുപെറുക്കും. പക്ഷേ തന്റെ ഉള്ളിലേക്ക് നോക്കാൻ അവൻ എപ്പോഴും മറന്നുപോകും. അതുകൊണ്ട് അവിടെയിരുന്നാൽ അത് സുരക്ഷിതമായിരിക്കും. എല്ലാ ദൈവങ്ങളും ആ ആശയത്തെ ശരിവച്ചു. അങ്ങനെ മനുഷ്യന്റെ സന്തോഷം അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ തന്നെ ഒളിപ്പിക്കപ്പെട്ടു. അന്നുതൊട്ട് മനുഷ്യൻ സന്തോഷത്തിനായി പുതിയ വീടുകൾ പണിതു, പണം സമ്പാദിച്ചു, യാത്രകൾ നടത്തി, ആഡംബരങ്ങൾ തേടിപ്പോയി. ലോകം മുഴുവൻ കീഴടക്കിയിട്ടും പലപ്പോഴും അവന്റെ ഉള്ളിൽ ഒരു ശൂന്യത ബാക്കിയായി. തന്റെ ഉള്ളിലേക്കൊന്ന് ശാന്തമായി നോക്കിയാൽ മാത്രമേ ആ നിധി കണ്ടെത്താൻ കഴിയൂ എന്നവൻ തിരിച്ചറിഞ്ഞില്ല. നാം സന്തോഷം തേടി അലയുന്നത് പുറം ലോകത്താണ്. പുതിയ വസ്തുക്കളോ പദവിയോ ലഭിച്ചാൽ സന്തോഷമുണ്ടാകുമെന്ന് നാം തെറ്റായി കരുതുന്നു. സന്തോഷമെന്നത് ഒരു ലക്ഷ്യസ്ഥാനമല്ല, മറിച്ച് അത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരവസ്ഥയാണ്. പുറത്തുള്ള ഒന്നും നിങ്ങളെ പൂർണ്ണമായി സന്തോഷിപ്പിക്കില്ല. നിങ്ങളുടെ മനസ്സിനെ സ്നേഹിക്കാനും ഉള്ളിലുള്ള സമാധാനം കണ്ടെത്താനും പഠിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ നിധി നിങ്ങളുടെ കൈവശമുണ്ടാകും. തിരക്കുകൾക്കിടയിൽ ഒന്ന് ശാന്തനായി സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കാൻ സമയം കണ്ടെത്തുക.